വിശ്വാസത്തിലുള്ള ദൈവത്തിലുള്ള ആ ഒരു വിചാരം കാണും. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന ഭക്തനായ ഇയ്യോബ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇയ്യോബ് 4-ാം അധ്യായത്തില് സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസ്സോവനും രക്തസമ്പൂർണനുമാണ്. അവൻ പൂപോലെ വിടർന്ന് ഒഴിഞ്ഞു പോകുന്നു, നിഴൽ പോലെ മാറിപ്പോകുന്നു. ഏത് മനുഷ്യന്റെ ജീവിത കഷ്ടതയും പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളുമായിട്ട് ഇവിടങ്ങളുടെ അവസാനിക്കുമ്പോൾ ഇങ്ങനെ ഈ ലോകത്തിൽ കഷ്ടപ്പെട്ട് അല്പകാലം ജീവിച്ച രോഗക്കിടക്കയുമായി ജീവിച്ച് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ പിന്നീട് അവരൊരു ജീവിതമുണ്ടെന്ന് വീണ്ടും ഇയ്യോബ് ചോദിക്കുമ്പോൾ സുവിശേഷത്തിൽ കൂടെ നമ്മൾ വായിക്കുന്ന കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കില്ല, ജീവിച്ചിരുന്നതിനെ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല. ജീവിച്ചിരിക്കുമ്പോൾ യേശുക്രിസ്തുവായുടെ ബന്ധത്തിൽ ജീവിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് അവന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഈ വിശുദ്ധിയോടെ ഈ ലോകത്തിൽ ജീവിക്കുന്ന ദൈവമക്കൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയാലും അവരുടെ മരണം താൽക്കാലികമാണ്. പിന്നീട് ഒരു ജീവിതം ദൈവസന്നിധിയിലുണ്ട് എന്ന് നമുക്കറിയാവുന്ന സ്തോത്രം. എന്നാൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ സ്ഥിതി എന്തായിരിക്കുന്നു പരിശോധിച്ചുകൊണ്ട് നമ്മൾ എത്ര കീർത്തി നേടിയ നേതാക്കന്മാർ എവിടെ, ലോകം കിടുകിട ഉറപ്പിച്ച രാജാക്കന്മാർ എവിടെ, ആരും മരണത്തോട് എതിർപ്പാനായി കഴിയാതെ കടന്നുപോയി മനുഷ്യ നാമം മരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കും. എന്നാൽ നമ്മൾ എവിടെ ചെന്ന് നല്ലത് പ്രാപിക്കുവാൻ നമുക്കിടയായി തീരുമോ? നമ്മൾ നമ്മളെ തന്നെ പരിശോധിച്ചോണ്ട് ഇനി ചേട്ടിന്റെ ജീവിതകാലം കർത്താവാണ് 2014 ഈ ദിവസം വരെ നമ്മളെ നടത്തിയ കർത്താവ്. സ്തോത്രം. കർത്താവ് ഉപയോഗം ഇനി നടത്തുവാൻ ആവശ്യമില്ല. അവനാണ് നമ്മുടെ ദിവസങ്ങളിൽ എത്തിയിരുന്നത്. നമ്മുടെ കഴിവോ പിടുക്കോ ഒന്നുമല്ല. നമുക്ക് ആയുസ്സിനെ നീട്ടി തന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ദൈവമായ കർത്താവ് ദൈവമാണ്. ആ ദൈവത്തിൽ പ്രേമിച്ചുകൊണ്ട് ആശ്രമിച്ചുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം ശേഷിച്ച ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമുക്ക് ഒരുങ്ങാൻ. പ്രിയപ്പെട്ടവരെ, ദുഃഖത്തിലായിരിക്കുന്ന മക്കളെയും സ്വന്തപ്പെട്ടവരെ സഹോദരങ്ങളെല്ലാം സർവശക്തരായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഒരു സുവിശേഷം നിലയിൽ എന്റെയും ഭവനത്തിന്റെയും അനുശോചനം ഞാൻ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. Hallelujah,
നിന്ന് അനുഗ്രഹങ്ങളും മനോഹരവും യാചിക്കണം. സ്തോത്രവും പ്രഭുമ്പോൾ ശ്രീമാനി പോകാത്തതായ നല്ല അവനത്വവും സദായിപ്പോഴും ഇടപെടാതെയും കരേറ്റുവാൻ യോഗ്യരായി ഭവിക്കണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കൊണ്ടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതി. തനിക്ക് ദാസരെ ആത്മാവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലൂടെ ഞങ്ങളായോടുകൂടെ ഇരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അങ്ങേക്ക് യോഗ്യമാകുന്നു. ആദിയിലുണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാഖമാരോട് വരുവാനിരിക്കുന്നവനുമായ മിശിഹായെ സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും അതിനായിരങ്ങളും നിരുമ്പാകെ പരിഭ്രമിച്ച് പറച്ചു നിൽക്കുന്നു. ഭയങ്കരമായ ക്രോപന്മാരും ശ്രദ്ധയുടെ ഗണങ്ങളും മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അടസിക്കുമ്പോൾ മരണം വീണുപോവുകയും ഭൂമിയിൽ ദ്രവിച്ചു പോയ സർവശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെയും സൃഷ്ടിതാവും നിർമ്മിതാവും എന്ന നിലയിൽ സൃഷ്ടിശക്തിയുടെ വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നല്ലതാകട്ടെ തീയതാകട്ടെ അവനവനാൽ പ്രവർത്തിക്കപ്പെടുന്നവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായിട്ട് സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമാജനകവും ഭയങ്കരവുമായ സിംഹാസനത്തിന് മുമ്പാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവം തമ്പുരാനേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ ആ സമയത്ത് നിന്നുള്ള പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസിയെ നിന്റെ വലതു ഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. ഞങ്ങളും ഞങ്ങളുടെ പരേതരും നിന്റെ വലതു ഭാഗത്ത് നിന്നുള്ള നിന്റെ കരുണയെ കാണുകയും നിനക്ക് നിന്റെ പിതാവും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയുകയും ചെയ്യുമാറാകണമേ. ആത്മത്തെ മെയ്യതിൽ നിന്നും നീക്കി നയിപ്പാൻ മാനവരെ വീട്ടിടുമാ സമയം ഘോരം. ദൂതന്മാരെ ദൂരെ കണ്ടാത്മാവന്തികവാസികളെ ശരണം പ്രാപിച്ചുടനേതൻ ചരിതത്തെ പരിശോധിപ്പൂ. പാപമലീമസമാണെങ്കിൽ താപമോടാത്മം കേഴുന്നു. സൽക്കർമ്മങ്ങളെ ദർശിച്ച ഉൾക്കുതുകത്തോടോടിടും ദേവേശാതിരുമേയും രക്തവുമെന്നെ നീതിറ്റി ന്യായസ്ഥാനത്തവരുണ്ടും ധൈര്യമെനിക്ക് കീഴട്ടെ. ശുദ്ധന്മാരുടെ കൂട്ടത്തിൽ സ്തോത്രം ഞാൻ പാടും. സ്തോത്രം ബലവാനും കാരുണ്യവാനും ദയാലുമായ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിലേക്ക് നീ എടുത്തിരിക്കുന്നതിനാൽ നിന്നോട് ആവശ്യിക്കുന്ന ഈ ദാസിക്ക് വേണ്ടി സമയത്ത് ശുശ്രൂഷയെ കൊണ്ട് സ്വർഗീയ മഹനീയമായ വാസസ്ഥലങ്ങൾ നിന്റെ മകളെ ആശ്വസിപ്പിക്കുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള പ്രസന്നയും ഈ ദാസിയെ അറിയാക്കുകയും ചെയ്യണമേ. ആർദ്രതയാൽ നാദാദേവ ദാസിക്കേ ഗണമേ പുണ്യം നിന്മയമോദയനാഥൻ നിർത്തണമേ വലമായിവളെ പ്രാർത്ഥന കേട്ടിവളെ പുണ്യം ചെയ്തോരോടൊന്നാകണം. ആ നിലയിൽ സ്തോത്രം നാദ പാടിയിടട്ടെ. ഇവൾ കേൾക്കാൻ മൃതരും ജീവിക്കുന്നോരും വാഴ്ത്തിയിടും
ശരീരം ഭക്ഷിച്ചെന്റെ Amen.